സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ജീവനക്കാർ 24 വർഷം കഠിന തടവ്. തിരുവനന്തപുരം ഗ്രൂപ്പ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിൽ ഹെഡ് ക്ലർക്കായിരുന്ന സുരേഷ് കുമാറിനെയാണ് ശിക്ഷിച്ചത്. 2,40,40,000 രൂപ പിഴയടയ്ക്കണം. തിരുവനന്തപുരം വിജിലൻസ് എടുത്ത കേസിലാണ് കോടതി വിധി. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് ചേരുന്നു. അജീഷ്, ഇത്രയും വലിയ ശിക്ഷ ലഭിക്കാൻ മാത്രമുള്ള അഭ്യാസം എന്തായിരുന്നു? വിശദാംശങ്ങൾ. സുഹൈല, ഇത് 1992-96 കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സമയത്ത് ഈ സുരേഷ് കുമാർ തിരുവനന്തപുരം ഗ്രൂപ്പിന്റെ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിലെ ഹെഡ് ക്ലർക്കായിരുന്നു. ഈ സമയത്താണ് അദ്ദേഹം സാമ്പത്തിക ക്രമക്കേട് നടത്തിയത്. 2,72,000 രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. തുടർന്ന് ദേവസ്വം ബോർഡ് വിജിലൻസിന് പരാതി നൽകുകയായിരുന്നു. വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. 2 കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അതിൽ ഇയാൾ കുറ്റകൃത്യം നടത്തിയതായി കണ്ടെത്തി. ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. പല വകുപ്പുകളിലായി ചേർന്ന് 24 വർഷമാണ് കഠിന തടവ്. ഒപ്പം 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ഉത്തരവായിട്ടുണ്ട്. സുഹൈൽ. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശം നൽകിയത്. 92-ൽ തരികിട കാണിച്ചാലും 2000-ൽ ശിക്ഷ കിട്ടുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി.